പ്രൊഫസർ ഇ ശ്രീധരൻ, കെ പി ദേവദാസ് എന്നിവരെഴുതിയ ലോക ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. 14ാമത്തെ ചാപ്റ്ററാണ് ഫ്രഞ്ച് വിപ്ലവം. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുള്ളത്. സ്വേച്ഛാധിപത്യ രാജവാഴ്ചയ്ക്കും ഫ്യൂഡലിസത്തിനും എതിരായുള്ള ഫ്രഞ്ച് ജനതയുടെ പ്രക്ഷോഭമാണ് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവത്തോടെ ഫ്രാൻസിൽ വമ്പിച്ച പരിവർത്തനം വന്നു. രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ എന്തെല്ലാം ഉച്ചനീചത്വങ്ങളാണോ ഫ്രാൻസ് വിപ്ലവം മുഖേന ഉന്മൂലനം ചെയ്യാൻ ഉദ്യമിച്ചത്, അവ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും നടമാടിയിരുന്നത് കൊണ്ട് ഫ്രാൻസിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒരളവോളം മറ്റെല്ലാ രാജ്യങ്ങളെയും സ്വാധീനിച്ചു. വിപ്ലവത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്തായിരുന്നു? സാമൂഹിക കാരണങ്ങളെന്ന് പറയുമ്പോൾ 1789 വിപ്ലവം രാജകീയ സ്വച്ഛാധിപത്യത്തിനെതിരായുള്ള ലഹള എന്നതിനേക്കാൾ സാമൂഹിക അസമത്വത്തിനെതിരായ ഒരു വിപ്ലവമായിരുന്നു. ഫ്രാൻസിലെ സാമൂഹിക സ്ഥിതി ഇംഗ്ലണ്ട് ഒഴിച്ചുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം സ്ഥിതി ഇതുതന്നെയായിരുന്നു. സാമൂഹിക അസമത്വത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു പ്രത്യേക അവകാശമുള്ളവരും ഒരു അവകാശവും ഇല്ലാത്തവരുമെന്ന് അന്നത്തെ ഫ്രഞ്ച് ജനതയെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. വൈദിക ഗണവും പ്രഭുവർഗവും ഭരണവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരും പ്രത്യേക അവകാശങ്ങളുള്ളവരായിരുന്നു. മറ്റ് ഫ്രഞ്ചുകാർക്കെല്ലാം പ്രവേശനം നിഷേധിച്ച പ്രത്യേക വർഗമായിട്ടായിരുന്നു വൈദിക പ്രഭു ഭരണവർഗങ്ങൾ നിലകൊണ്ടിരുന്നത്. ജനസംഖ്യയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമായ ഈ വർഗം സ്വത്തിലും അധികാരത്തിലും അവകാശങ്ങളിലും മറ്റെല്ലാത്തിനും മീതെയായിരുന്നു. എന്നാൽ ഈ സ്വത്തെല്ലാം ഉണ്ടെങ്കിലും ഈ വർഗം എല്ലാ നികുതി ഭാരങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്തിരുന്നു. പ്രഭുക്കന്മാർ പോരാടുന്നു, വൈദികർ പ്രാർത്ഥിക്കുന്നു, സാധാരണ ജനങ്ങൾ നികുതി കൊടുക്കുന്നു എന്നത് ഫ്രാൻസിൽ ഒരു പഴഞ്ചൊല്ലായിരുന്നു. 1,30,000 വരുന്ന ആദ്യത്തെ എസ്റ്റേറ്റ് അഥവാ വൈദിക ഗണം പ്രഭുവർഗത്തെ പോലെ ദുഷിച്ചതും വെറുക്കപ്പെട്ടതുമായ ഒന്നായിരുന്നു. വോൾട്ടറെ പോലെയുള്ള ഒരാൾക്ക് റോമൻ കത്തോലിക്ക സഭ അസഹനീയമായ ഒരു നിഷ്ഠൂരാധിപത്യമായിരുന്നു. വൈദിക വർഗം തന്നെ ഉയർന്നവരും താണവരും എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടിരുന്നു. 2 നിലകളിലുള്ളവർക്കും പാപമല്ലാതെ മറ്റൊരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അവകാശരഹിതരായ താണപടിയിലെ വൈദികർ പരിഷ്കരണമെന്ന അക്കാലത്തെ ആശയത്തോട് അനുഭവമുള്ളവരായിരുന്നു. റൂസോ, വോൾട്ടേർ എന്നിവരുടെ കൃതികളുമായി പരിചിതരായിരുന്ന അവർ ജനാധിപത്യവാദികളായതിനാൽ അത്ഭുതപ്പെടാനില്ല. വിപ്ലവം വന്നപ്പോൾ ജനപ്രതിനിധികളുടെ കൂടെ ചേർന്ന് പഴയ ഭരണത്തിലെ സഭയെ നിലം പതിപ്പിക്കാൻ അവരും സഹായിച്ചു. 4 ലക്ഷത്തോളം അംഗസംഖ്യയുണ്ടായിരുന്ന ഫ്രഞ്ച് പ്രഭുവർഗത്തിന് പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തിക്കണ്ണിയുടേതിൽ നിന്ന് കവിഞ്ഞ യാതൊരു സേവനവും സമൂഹ ജീവിതത്തിന് ഈ വർഗം സംഭാവന ചെയ്തിരുന്നില്ല. അതിൻ്റെ ഏക ആയുധം അരമന ഗൂഢാലോചനയും ഏക ശരണം പ്രത്യേക അവകാശങ്ങളുമായിരുന്നു. വിപ്ലവം വന്നപ്പോഴാവട്ടെ ഒരു ബന്ധവുമില്ലായിരുന്ന ഈ വർഗക്കാർക്ക് തങ്ങളെക്കാൾ തളർന്ന ഒരു രാജാവിനെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്തു. യാതൊരു അവകാശവുമില്ലാത്ത ഇടത്തട്ടുകാരും കർഷകരും അടങ്ങുന്നതായിരുന്നു ഫ്രാൻസിലെ 3ാമത്തെ എസ്റ്റേറ്റ്. കർഷകന് ഫ്യൂഡൽ നികുതിയുടെ വൻ ഭാരമാണ് ചുമക്കേണ്ടിയിരുന്നത്. തൻ്റെ യജമാനായ പ്രഭുവിനും പിന്നെ സഭയ്ക്കും രാജാവിനുമായി ഒട്ടനവധി നികുതികൾ നൽകുവാൻ കർഷകൻ ബാധ്യസ്ഥനായിരുന്നു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവന് സ്വന്തം അധ്വാനത്തിൻ്റെ 1/5 മാത്രമാണ് തൻ്റെ ആവശ്യത്തിന് അവശേഷിച്ചിരുന്നത്. വിപ്ലവത്തിന് തൊട്ട് മുമ്പ് 10/9 ഭാഗം ഫ്രഞ്ചുകാരും പട്ടിണി കൊണ്ടും 10ാമത്തെ ഭാഗം അജീർണം കൊണ്ടും മരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പ്രൊഫസർമാർ, ഡോക്ടർമാർ, നിയമജ്ഞർ, ബാങ്കർമാർ, കച്ചവടക്കാർ എന്നിവരടങ്ങുന്ന മധ്യവർഗം അഥവാ ബൂർഷ്വാസി അവകാശരഹിതരായിരുന്നുവെങ്കിലും അവരാണ് വാണിജ്യം, വ്യവസായം, അവർക്കാവശ്യമായ പണമിടപാട് എന്നിവയെല്ലാം അടക്കി ഭരിച്ചിരുന്നത്. അവരായിരുന്നു ചിന്തയുടെ നേതാക്കളും. ഇവരെ ഫ്രഞ്ച് തത്വചിന്തകന്മാർ അഗാധമായി സ്വാധീനിച്ചു. പഴയ ഭരണം അവർക്ക് വിധിച്ചിരുന്ന അധസ്ഥിതി തന്നെ തുടരുകയെന്നത് തലച്ചോറും വിദ്യാഭ്യാസവും പണവും ഉണ്ടായിരുന്ന ഈ ഇടത്തരക്കാരുടെ അഭിമാനത്തിനും പ്രാധാന്യത്തിനും നിരക്കാത്തതായിരുന്നു. ജനാധിപത്യ ആശയങ്ങൾക്ക് വശംവദരായ ഈ വർഗമാണ് വിപ്ലവത്തിൻ്റെ നേതാക്കളായി മാറിയത്. ഇനി അക്കാലത്തെ ദുഷിച്ച ഭരണ വ്യവസ്ഥയെക്കുറിച്ച് നോക്കാം. പഴയ ഭരണത്തിൻ്റെ ഏറ്റവും പ്രകടമായ സ്വഭാവം അതിൻ്റെ അവ്യവസ്ഥിതിയായിരുന്നു. ഭരണപരമായ ഒരു കുപ്പത്തൊട്ടിയായിരുന്നു ഫ്രാൻസ്. അരാജകത്വത്തിന് മകുടോദാഹരണം. ഫ്രഞ്ച് രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക രംഗങ്ങളിൽ കളിയാടിയിരുന്ന ഫ്യൂഡൽ ആശയത്തെ
കുറുകെ മുറിച്ചുകൊണ്ടാണ് സർവശക്തമായ രാജാധികാരം എന്ന മറ്റൊരാശയം പ്രവർത്തിച്ചിരുന്നത്. രാഷ്ട്രമെന്നത് ഞാനാണ് എന്ന ലൂയിസ് 14 പ്രസിദ്ധ വചനം ഈ രണ്ടാമത്തെ ആശയത്തിൻ്റെ ശക്തമായ പ്രകാശനമാണ്. രാജാവിൽ അധികാരം അമിതമായി കേന്ദ്രീകരിച്ചിരുന്നു. നിയമനിർമ്മാണത്തിലും ഭരണനിർവഹണത്തിലും നീതിന്യായത്തിലും രാജാവിന് ഏതാണ്ടൊരു കുത്തക അവകാശം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രാൻസിൻ്റെ പാർലമെൻറ്റായ സ്റ്റേറ്റ് ജനറൽ 1614 ശേഷം വിളിച്ചുകൂട്ടിയിരുന്നേയില്ല. നിയമം അനീതിപരവും ക്രൂരവുമായിരുന്നു. ശാരീരിക പീഡ തെളിവെടുക്കലിൻ്റെ പ്രധാന ഭാഗമായിരുന്നു. ആരെയും എപ്പോഴും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വയ്ക്കുവാനുള്ള അധികാരം രാജാവിൽ നിക്ഷിപ്തമായിരുന്നു. ഇനി ഫ്രഞ്ച് രാജവാഴ്ചയെക്കുറിച്ചുള്ള കുപ്രസിദ്ധി എന്താണെന്ന് നോക്കാം. ലൂയി 14 മഹത്തായ രാജവാഴ്ച അവസാനിച്ചത് സാമ്പത്തിക തകർച്ചയിലും ദേശീയ നാശത്തിലുമായിരുന്നു. ലൂയി 15 പ്രജകളുടെ ദുരിതത്തിന് ആശ്വാസമേകിയില്ലെന്ന് മാത്രമല്ല, തൻ്റെ യുദ്ധങ്ങൾ കൊണ്ടും ചപലത കൊണ്ടും ആ ദുരിതത്തിന് അക്കം കൂട്ടുകയാണ് ചെയ്തത്. അസാധാരണ ദൈർഘ്യമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വാഴ്ചക്കാലം, അതായത് 1715 മുതൽ 1774 വരെയുള്ള കൊല്ലക്കാലം പ്രജകളെ സംബന്ധിച്ചിടത്തോളം കൊടും ദുരിതത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിലും സപ്തവത്സര യുദ്ധത്തിലും ഫ്രാൻസിന് നേരിട്ട ഭീമമായ പരാജയം ഫ്രഞ്ച് രാജവാഴ്ചയുടെ പ്രശസ്തി നഷ്ടപ്പെടുത്താൻ തുടങ്ങി. അങ്ങേയറ്റത്തെ അസാൻമാർഗികത, ധൂർത്ത്, നിരുത്തരവാദിത്തം എന്നിവയുടെ കൂട്ടുനിർമ്മിതിയായിരുന്ന ലൂയി 15 ജീവിത ലക്ഷ്യം ഇന്ദ്രിയ സുഖമായിരുന്നു. പ്രജകളെ പിഴിഞ്ഞെടുത്ത ധാരാളം പണം വെപ്പാട്ടികളെ പുലർത്താനും രാജധാനികൾ മോടിയാക്കാനും വൈതാളികർക്കിടയിൽ വിതരണം ചെയ്യാനും വേണ്ടി ചെലവഴിച്ച് ഗവൺമെൻറ് പാപ്പരായി. പക്ഷേ ലൂയി രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചു. ആകാശത്തിൽ ഇരുണ്ടുകൂടുന്ന കാർമേഘങ്ങളെ ഗൗനിക്കാതെ ഭീതിജനകമായ വിധിവിശ്വാസത്തിൽ അഭയം തേടുകയാണ് അദ്ദേഹം ചെയ്തത്. ലൂയി പറയാറുണ്ടായിരുന്നു, എൻ്റെ കാലശേഷം പ്രളയവും കൊടുങ്കാറ്റും ലൂയി 15 നേരെ വന്നില്ല. കാരണം അതിനു മുമ്പ് കടന്നു പോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. നിരപരാധിയായ പിൻഗാമികളുടെ മേൽ നിഷ്കരുണമായി അവന് പതിക്കുകയും ചെയ്തു. വലിയ പ്രതീക്ഷകളോടും ആഘോഷത്തോടും കൂടിയാണ് ഫ്രാൻസ് യുവാവായി ലൂയി 16 രാജാവായി സ്വീകരിച്ചത്. നന്മയുടെയും ഉത്ബുദ്ധതയുടെയും വാഴ്ച അദ്ദേഹത്തോടു കൂടി ഫ്രാൻസിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ലൂയി ആവട്ടെ രാജാവാകാൻ പറ്റിയ ആളായിരുന്നില്ല. ഗൗരവവും ഉത്തരവാദിത്തബോധവുമുള്ള ലൂയി സതുദ്ദേശ പ്രേരിതനായിരുന്നു. നന്മ, ദയ എന്നീ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് മേന്മയേകി. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശക്തിയായിരുന്നു കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതാകട്ടെ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. തന്മൂലം അദ്ദേഹം പരാജയപ്പെട്ടു. ദൃഢചിത്തനായിരുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ കാതലായ കാരണം. യാതൊരു ആന്തരിക ശക്തിയുടെയും പ്രചോദനത്താലല്ല അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്, പുറമേ നിന്നുള്ള സമ്മർദ്ദങ്ങളാലായിരുന്നു. തൻ്റെ ഭാര്യയുടെ കണ്ണുനീരോ രാജ്യസേവകരുടെയും മന്ത്രിമാരുടെയും ആവശ്യങ്ങളോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചെയ്തികളുടെ എല്ലാം പിന്നിലുള്ള ശക്തി. സ്വന്തം അഭിപ്രായമോ ഇച്ഛാശക്തിയോ ഇല്ലാത്ത ഒരു സാധു മനുഷ്യൻ. ഭരണമെന്ന ഭാരിച്ച കർത്തവ്യത്തിനു മുമ്പിൽ ലൂയി അടിസ്ഥാനപരമായി വൈമുഖ്യമാണ് പുലർത്തിയിരുന്നത്. ഭർത്താവിനേക്കാൾ ഭേദമായ ദാർഢ്യം കാണിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആൻ്റോയിനറ്റ് ലൂയിയുടെ മേൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയിരുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ സ്വാധീന ശക്തി തെറ്റായ തരത്തിലുള്ളതായിരുന്നു എന്നതായിരുന്നു ലൂയിക്കും പത്നിക്കും സംഭവിച്ച ദുരന്തത്തിന് സാമാന്യ വ്യാഖ്യാനം. രാജ്ഞിക്ക് രാഷ്ട്രീയ ബോധമോ പരിചയമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉപജാപങ്ങളിലാവട്ടെ അവർ മറ്റുള്ളവരെ എല്ലാം അതിശയിപ്പിക്കുകയും ചെയ്തു. ഫ്രാൻസിനും അതിൻ്റെ രാജാവിനും അവർക്ക് തന്നെയും അനുഭവിക്കേണ്ടി വന്ന പല ദുരിതങ്ങളുടെയും വിധാതാവ് മേരി ആൻ്റോയിനറ്റ് തന്നെയായിരുന്നു. ഫ്രഞ്ച് തത്വചിന്തകന്മാരുടെ ഉത്തേജനം. ചിന്തയുടെ മണ്ഡലത്തിൽ ഫ്രാൻസ് 1-ാം സ്ഥാനമാണ് അലങ്കരിച്ചിരുന്നത്. എല്ലാ തരത്തിലുമുള്ള ചിന്തകന്മാരും എഴുത്തുകാരും ഫ്രാൻസിനെ വിപ്ലവത്തിലേക്ക് നയിക്കുന്നതിൽ സഹായിച്ചു. രാജവാഴ്ചയിലും കത്തോലിക്ക മതത്തിലും ഒരുപോലെ വിശ്വസിച്ചിരുന്ന മോണ്ടസ്ക്യൂവിനെ ഒരു വിപ്ലവകാരി എന്ന് വിളിച്ചുകൂടെങ്കിലും സഭയുടെ ദൂഷ്യങ്ങളെയും സ്റ്റേറ്റിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും അദ്ദേഹം വിമർശിച്ചു. മോണ്ടസ്ക്യൂ അനുകൂലിച്ചത് ഒരു നിയന്ത്രിത രാജവാഴ്ചയാണ്. മാത്രമല്ല, വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനായി അദ്ദേഹം ഒരു അധികാര വിഭജനം നിർദ്ദേശിച്ചു. നിയമനിർമ്മാണം, നിർവഹണം, നീതിന്യായം എന്നീ വിവിധ ശാഖകളുടെ വിഭജനം. ഫ്രഞ്ച് തത്വചിന്തകന്മാരിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധൻ വോൾട്ടയർ ആയിരുന്നു.
18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ട യൂറോപ്പിനും അദ്ദേഹമായിരുന്നു. കത്തോലിക്ക സഭയോടുള്ള തീരാ പക, വ്യാപകമായ മനുഷ്യസ്നേഹം, ഒടുങ്ങാത്ത ഫലിത ചാതുരി എന്നിവയാൽ പ്രക്ഷോഭിതനായിരുന്നു വോൾട്ടയർ. വൈദിക സ്വേച്ഛാധിപത്യത്തിൻ്റെ അറുതി ന്യായത്തിൻ്റെയും ഉത്ബുദ്ധതയുടെയും ആരംഭം കുറിക്കുമെന്ന് വോൾട്ടയർ ദൃഢമായി വിശ്വസിച്ചു. അദ്ദേഹം നിരീശ്വരവാദി ആയിരുന്നില്ല. ദൈവമില്ലെങ്കിൽ ദൈവത്തെ നമുക്കുണ്ടാക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. അദ്ദേഹത്തെ ഒരു ജനാധിപത്യവാദി എന്നോ അരാജക പക്ഷക്കാരനെന്നോ വിളിച്ചുകൂടാ. തൻ്റെ ഹാസ്യവർഷത്തിനെല്ലാം ഇടയിൽ തന്നെ അധികാരത്തെ ആദരിച്ചു വോൾട്ടയർ. വളരെ വ്യത്യസ്തമായിരുന്നു റൂസോവിൻ്റെ ചിന്തയും സ്വാധീനവും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എതിർപ്പ് വ്യവസ്ഥാപിതമായ അധികാരത്തോടായിരുന്നു. വോൾട്ടയർ യുക്തിയിലും റൂസോ വികാരത്തിലുമാണ് ഊന്നിയത്. റൂസോവിൻ്റെ ചിന്ത ഫ്രഞ്ച് വിപ്ലവത്തെയും പിന്നീടുണ്ടായ രാഷ്ട്രമീമാംസയെയും എത്ര ആഴത്തിലാണ് സ്വാധീനിച്ചതെന്ന് കണക്കാക്കുക എളുപ്പമല്ല. അദ്ദേഹത്തിൻ്റെ മൗലികമായ സിദ്ധാന്തം പ്രാകൃത മനുഷ്യൻ്റെ സ്വാഭാവികമായ നന്മയാണ്. എന്തെന്നറിയാത്ത ലളിതവും സ്വതന്ത്രവും സുഖകരവുമായ അവൻ്റെ ജീവിതത്തെ പരിഷ്കാരവും അതിൻ്റെ കൃത്രിമ സ്ഥാപനങ്ങളും ചേർന്ന് ദുഷിപ്പിക്കുകയും അവൻ്റെ സ്വതസിദ്ധമായ സ്വാതന്ത്ര്യത്തെയും സുഖത്തെയും അപഹരിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എവിടെയും അവൻ ചങ്ങലയിലാണ്. ഇതായിരുന്നു റൂസോവിൻ്റെ പക്ഷം. തനിമപ്പെടുത്തിയ സ്ഥാപനങ്ങളെ നശിപ്പിച്ച് മനുഷ്യൻ അവൻ്റെ ആദിമ ലാളിത്യത്തിലേക്കും സുഖത്തിലേക്കും മടങ്ങി വരണം. നിയമം സമൂഹത്തിൻ്റെ ഇച്ഛയുടെ പ്രകാശനമായിരിക്കണം. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ആദിയിൽ ഒരു കരാർ പ്രകാരം സൃഷ്ടിച്ചതാണ് രാജാവ്. ജനങ്ങൾക്ക് അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. റൂസോവിൻ്റെ ഈ സിദ്ധാന്തങ്ങൾ ആദ്യം ഫ്രാൻസിലും പിന്നീട് യൂറോപ്പ് ആകമാനവും വിപ്ലവത്തിനുള്ള വിത്ത് വിതച്ചു. ഉന്നത ശീർഷരായ മോണ്ടസ്ക്യൂ, വോൾട്ടയർ എന്നിവരെ കൊണ്ട് ഫ്രാൻസിലെ തത്വചിന്തന്മാരുടെ പട്ടിക പൂർത്തിയാകുന്നില്ല. ഫിസിയോക്രാറ്റുകളുടെ നേതാവായ കെനെ, ടർഗോ മുതലായവർ പരിഷ്കരണവാദികളുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് എൻസൈക്ലോപീഡിയയുടെ എഡിറ്ററായിരുന്ന ദിദറോ മനുഷ്യരുടെ ഉന്നമനത്തിന് അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ച ഒരാളായിരുന്നു. രാജാക്കന്മാരുടെ ദൂഷ്യങ്ങളുടെയും മനുഷ്യരുടെ അടിമത്തത്തിൻ്റെയും നേരെ വിരൽ ചൂണ്ടിയ ഹോൾബാക്ക് ഒരു വിപ്ലവത്തിനു വേണ്ടി ദാഹിക്കുകയായിരുന്നു. പരിഷ്കരണത്തിനും വിപ്ലവത്തിനും വേണ്ടിയുള്ള തത്വചിന്തകന്മാരുടെ ആഹ്വാനം ചെവിക്കൊള്ളാൻ സന്നദ്ധമായ ഒരു ജനതയായിരുന്നു ഫ്രാൻസിൽ എന്നല്ല യൂറോപ്പിൽ മുഴുവനും. എവിടെയും പരിവർത്തനത്തിനു വേണ്ടി മുട്ടുനിൽക്കുന്ന പ്രതീതിയുണ്ടായിരുന്നു. മനുഷ്യൻ്റെ പേരിൽ ഏവരും സ്വാഗതം ചെയ്യുവാൻ വെമ്പിയിരുന്ന ഒരു പരിവർത്തനം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിനൊരു പ്രചോദനമായത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മേഘഗർജനം ഫ്രാൻസിൽ ഒരു കാഹളധ്വനി പോലെ ചെന്നലച്ചു. ഫ്രഞ്ചുകാർ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചോര ചിന്തി. ജനാധിപത്യവാദികൾ റൂസോവിൻ്റെ സിദ്ധാന്തങ്ങൾ ആദ്യമായി പ്രയോഗത്തിൽ കണ്ടു. നിഷ്കളങ്കമായ ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം സ്ഥാപിക്കപ്പെട്ടതും കണ്ടു. അവർ ഒരു വിപ്ലവം വിജയിച്ചിരിക്കുന്നുവെന്ന് കണ്ടു. ലഫായത്ത് തുടങ്ങിയ സ്വാതന്ത്ര്യപ്രേമികൾ ഒരു കുരിശു യുദ്ധക്കാരൻ്റെ ആവേശത്തോടു കൂടിയാണ് അമേരിക്കയിലേക്ക് പോയത്. പ്രായോഗിക മാതൃകയുള്ള പ്രചോദനത്തോടു കൂടിയാണ് അവർ തിരിച്ചെത്തിയത്. മാത്രമല്ല, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സഹായിക്കാൻ വേണ്ടി ഫ്രാൻസിന് ചെലവഴിക്കേണ്ടി വന്ന ഭാരിച്ച തുകയാണ് ഫ്രാൻസിനെ പാപ്പരാക്കിയതും വിപ്ലവഗർത്തത്തിലേക്ക് തള്ളിവിട്ടതും. ഇനി ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ നിർധനത്വം. എല്ലാറ്റിനും അടിയിലുണ്ടായിരുന്നത് ധനപരമായ കാരണങ്ങളായിരുന്നു. സാമ്പത്തിക കാരണങ്ങളാണ് വിപ്ലവത്തെ ത്വരിതപ്പെടുത്തിയത്. ഗവൺമെൻറ്റിൻ്റെ ധനാഗമ മാർഗങ്ങൾ അടഞ്ഞപ്പോഴാണ് വിപ്ലവത്തിന് വഴി തെളിഞ്ഞത്. ലൂയി 16 സിംഹാസനമേറിയപ്പോൾ ഫ്രാൻസ് ഒരു സാമ്പത്തിക തകർച്ചയുടെ വക്കത്തെത്തിയിരുന്നു. എന്നിട്ടും ഫ്രാൻസ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിയായിരുന്നു. 1788 ഗവൺമെൻറ്റിൻ്റെ വർഷാന്ത വരുമാനം ദേശീയ കടത്തിന്മേൽ അതിന് കൊടുക്കേണ്ടിയിരുന്ന പലിശയിലും താഴെയായിരുന്നു. പരിഷ്കരണ സംരംഭങ്ങളും അവയുടെ പരാജയവും. ലൂയി 16 തൻ്റെ ഭരണത്തിൻ്റെ ആദ്യ 7 വർഷം പരിഷ്കരണ നയം തുടങ്ങിവെക്കാൻ ധീരമായ ഒരു ശ്രമം നടത്തി. മന്ത്രിമാരെയാണ് അദ്ദേഹം പരിഷ്കരണത്തിന് ഉപകരണങ്ങളാക്കാൻ ഉദ്യമിച്ചത്. ആഭ്യന്തര ഭരണ പരിഷ്കാരത്തിന് ഒരു വലിയ പദ്ധതി തന്നെ രൂപപ്പെടുത്തിയ ടാർഗോ തൻ്റെ മന്ത്രിസഭയുടെ 20 മാസത്തെ ഹ്രസ്വ കാലാവധിക്കുള്ളിൽ സത്യസന്ധവും ജാഗരൂകവുമായ ധനവിനിയോഗം കൊണ്ടും നിഷ്കൃഷ്ടമായ ഭരണം കൊണ്ടും രാജ്യത്തെ ധനസ്ഥിതി സാരമായി മെച്ചപ്പെടുത്തി. എന്നാൽ ടാർഗോ നിഷ്കാസിതനായി. ഒരു പ്രസിദ്ധ ബാങ്കറായിരുന്ന നെക്കർ ഗവൺമെൻറ്റിൻ്റെ സാരഥ്യം വഹിക്കാൻ ആനയിക്കപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ശമ്പളം പോലും ഉപേക്ഷിച്ച് നെക്കർ
ടാർഗോവിനേക്കാൾ കർശനമായി മിതവ്യയം ഏർപ്പെടുത്തി. എന്നാൽ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിലെ ഫ്രാൻസിൻ്റെ പങ്കാളിത്തം പിന്നെയും രാജ്യത്തിൻ്റെ കടബാധ്യത കൂടുവാനിടയായി. അധികം കഴിയും മുമ്പ് രാജധാനിയിലെ ഉപജാപം ടാർഗോവിനെ പോലെ നെക്കറെയും വീഴ്ത്തി. നെക്കർക്കു ശേഷം ധനകാര്യമന്ത്രിയായി വന്ന കലോൺ മിതവ്യയത്തിന് പകരം അതിവ്യയത്തിൻ്റെതായ ഒരു നയം സ്വീകരിച്ചു. ശേഷിച്ച വരുമാനം ദൂർത്തടിച്ച് പുതിയ കടബാധ്യതകൾ ഉണ്ടാക്കി വെക്കാൻ ആരംഭിച്ചു. ഈ ഭ്രാന്തൻ സാമ്പത്തിക നയം ഫ്രാൻസിനെ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. വരുമാനത്തിൻ്റെ മാർഗങ്ങൾ അടഞ്ഞു. കടമെടുപ്പിനായുള്ള ഉപായങ്ങളെല്ലാം തീരുകയും ചെയ്തു. ഒരു വഴി മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ: അവകാശവർഗത്തെ നികുതിയിൽ നിന്ന് പ്രായേണ ഒഴിവാക്കപ്പെട്ടിരുന്ന പ്രഭുവൈദിക വർഗത്തെ നികുതി വിധേയമാക്കുക എന്നുവെച്ചാൽ വലിയൊരു മാറ്റത്തിൻ്റെ നാന്ദി കുറിക്കുക. കലോൺ പ്രശ്നം തൻ്റെ പിൻഗാമിയായ കാർഡിനൽ ദബ്രിയൻ എന്ന മനുഷ്യൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു. ദബ്രിയനാകട്ടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പരിഷ്കരണ സംരംഭവും അതിൻ്റെ പരാജയവും വിപ്ലവത്തെ കുറേ കൂടി അടുത്തെത്തിച്ചു. കാരണം സാമ്പത്തിക സമ്മർദ്ദം രൂക്ഷമായി തന്നെ തുടർന്നു. രാജാവാകട്ടെ പണത്തിനുള്ള പരക്കം പാച്ചില് ഒരു ഉപായത്തിൽ നിന്ന് മറ്റൊരു ഉപായത്തിലേക്കും പിന്നെ വേറൊന്നിലേക്കും അലഞ്ഞു തിരിഞ്ഞു. അരമന ഗൂഢാലോചന അട്ടിപ്പായിച്ച നെക്കർ വീണ്ടും രാജാവിനെ ഉപദേശിക്കാനും സഹായിക്കാനും ക്ഷണിക്കപ്പെട്ടു. നെക്കർക്കാകട്ടെ ഒരു ഉപായം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ, ഒരു ഉപദേശം മാത്രമേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ: ഫ്രാൻസിലെ ജനപ്രതിനിധികളോട് തുറന്നപേക്ഷിക്കുക. അപ്രകാരം 175 കൊല്ലത്തിലാദ്യമായി 1759 ജനുവരി മാസത്തിൽ ഫ്രാൻസിലെ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ സമ്മേളിച്ചു. വിപ്ലവം എന്തുകൊണ്ടാണ് പൊട്ടിപ്പുറപ്പെട്ടത്? സ്വേച്ഛാധിപത്യ രാജവാഴ്ചയും കർഷക മർദ്ദനവും യൂറോപ്പ് ആകമാനമുള്ള വ്യവസ്ഥിതിയുടെ സ്വഭാവങ്ങളായിരുന്നുവെന്നിരിക്കെ ഫ്രാൻസിലെ ജനങ്ങളുടെ യാതനകൾക്കും പ്രത്യേകതയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് വിപ്ലവം ഫ്രാൻസിൽ പൊട്ടിപ്പുറപ്പെട്ടത്? ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യം മറ്റെവിടത്തേതിനേക്കാളും ദുർബലമായിരുന്നു എന്നതിന് വിപ്ലവത്തിന് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല, മറ്റു രാജ്യങ്ങളുടെ ഫ്യൂഡൽ പ്രഭുക്കൾ പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ചിരുന്നതോടൊപ്പം ചില കടമകളെങ്കിലും നിർവഹിച്ചിരുന്നു. ഫ്രഞ്ച് ഫ്യൂഡൽ പ്രഭുക്കളാവട്ടെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു പ്രവൃത്തിയും ചെയ്തിരുന്നില്ല. അവരുടെ പ്രത്യേക അവകാശങ്ങൾ ജനങ്ങളുടെ പ്രത്യേക നീരസത്തിന് പാത്രമായെങ്കിൽ അത്ഭുതപ്പെടാനില്ല. ഫ്രാൻസിൽ പദവിയിലില്ലെങ്കിലും തലച്ചോറും പണവുമുള്ള ഉത്ഭുതമായ ഒരു മധ്യവർഗം ഉണ്ടായിരുന്നു. മോണ്ടസ്ക്യൂ, വോൾട്ടയർ, റൂസോ തുടങ്ങിയവരുടെ ചിന്ത ഉത്ഭുതമായ മധ്യവർഗത്തെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നതുകൊണ്ട് നിലവിലുള്ള വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ആ വർഗം തയ്യാറായി. ഈ സ്ഥിതിവിശേഷം യൂറോപ്യൻ വൻകരയിൽ മറ്റെവിടെയെങ്കിലും ഇല്ലാത്ത ഒന്നായിരുന്നു. യൂറോപ്പിൽ മറ്റെവിടെയുമില്ലാത്ത സ്ഥിതിവിശേഷമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പാപ്പരത്വം. ഇനി ഇംഗ്ലണ്ടും ഫ്രഞ്ച് വിപ്ലവവും ആ ഒരു റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും യൂറോപ്പിൽ വെച്ച് ഏറ്റവും പുരോഗതി പ്രാപിച്ചിരുന്ന ഇംഗ്ലണ്ട് ആ തലങ്ങളിലെല്ലാമുള്ള പുരോഗതിക്ക് വേണ്ടി പൊട്ടിപ്പുറപ്പെട്ട ഫ്രഞ്ച് വിപ്ലവത്തെ സഹർഷം സ്വാഗതം ചെയ്തു. എന്നാൽ സ്വന്തം മാതൃകയിലുള്ള ഒരു നിയന്ത്രിത രാജവാഴ്ചയ്ക്ക് പകരം ചോരയിൽ കുരുത്ത ഒരു റിപ്പബ്ലിക്കും അനുക്രമമായ പരിഷ്കരണത്തിലൂടെയുള്ള പുരോഗതിക്ക് പകരം ചോരയിലൂടെ തലകീഴായുള്ള വിപ്ലവത്തിൻ്റെ എടുത്തുചാട്ടവും കണ്ട് ഇംഗ്ലണ്ടിൻ്റെ അനുഭവം തീരാത്ത ശത്രുവായി മാറി. ഫ്രഞ്ച് വിപ്ലവം മാനവ സംസ്കാരത്തിനു തന്നെ വിനാശകരമായി തീരുമെന്ന് ഇംഗ്ലീഷുകാർ ഭയപ്പെട്ടു. അത്രത്തോളം ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവമായിരുന്നു എത്ര വിശിഷ്ടവും എന്ന് ജെയിംസ് ഫോക്സ് പറഞ്ഞത് വിപ്ലവത്തോടുള്ള അനുഭവം സൂചിപ്പിക്കുന്നുവെങ്കിൽ, എഡ്മണ്ട് ബർക്കിൻ്റെ അഭിപ്രായത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയുള്ള ചിന്തകൾ എന്ന കൃതിയിൽ ഇംഗ്ലീഷുകാരുടെ വിപ്ലവത്തോടുള്ള വെറുപ്പ് നമുക്ക് പ്രകടമാകുന്നുണ്ട്. ബ്രിട്ടീഷുകാർ പാവനമായി കരുതിയിരുന്ന എല്ലാറ്റിനുമെതിരെ നിയന്ത്രിത രാജവാഴ്ചയ്ക്കും സ്വകാര്യ സ്വത്തിൻ്റെ പാവനതയ്ക്കും പ്രഭുവാഴ്ചയ്ക്കുമെതിരെ ഉള്ളു തുറന്ന യുദ്ധമായാണ് ഫ്രഞ്ച് വിപ്ലവത്തെ ബർക്ക് കണ്ടതെങ്കിൽ, ആ വിപ്ലവത്തെ ഭത്സിക്കപ്പെടേണ്ട അതിക്രമങ്ങൾക്ക് പിന്നിലുള്ള ശ്ലാഘനീയമായ അനശ്വര തത്വങ്ങൾ കാണാനും ഇംഗ്ലണ്ടിൽ ആളുകളില്ലാതിരുന്നില്ല. മനുഷ്യാവകാശങ്ങൾ എന്ന തൻ്റെ ലഘുഗ്രന്ഥത്തിൽ തോമസ് പെയിൻ ബർക്കിന് തക്ക മറുപടി കൊടുത്തു. ഒരു മർദ്ദക ഗവൺമെൻറ്റിനെ മാറ്റി തൽസ്ഥാനത്ത് തങ്ങളുടെ ഇച്ഛാനുസൃതമുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കാൻ ഏതൊരു ജനതയ്ക്കും അവകാശമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അടിച്ചമർത്തൽ നയത്തെക്കുറിച്ച് നോക്കാം. ഇളയ പിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അടിമുടി സ്വാധീനിച്ചതല്ല എഡ്മണ്ട് ബർക്കാണ്. തങ്ങളുടെ വ്യവസ്ഥ തകിടം മറിക്കുന്ന ഇംഗ്ലീഷ് പ്രഭുക്കളുടെയും കച്ചവട നേതാക്കളുടെയും വിറപൂണ്ട ഭീതിയെ ന്യായീകരിക്കുമാറായിരുന്നു യാതന അനുഭവിക്കുന്ന മറ്റു ജനതകളെ സഹായിക്കുമെന്ന
ഫ്രഞ്ച് വിപ്ലവകാരുടെ പ്രഖ്യാപനവും തുടർന്നുള്ള സെപ്റ്റംബർ കൂട്ടക്കൊലകളും. ഷെഫീൽഡ്, ഡണ്ടി എന്നുവേണ്ട ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗത്തും ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. ബർക്കും ഫോക്സും തമ്മിലുള്ള ആജീവനാന്ത സൗഹൃദം തകർന്നു. വിഗ് പാർട്ടി പിളർന്നു. പോർട്ട്ലാൻഡ് പ്രഭുവും ബർക്കും ടോറിയുടെ അണികളിലേക്ക് പോയെങ്കിൽ ഫോക്സും ചാൾസ് ഗ്രേയും പുതിയൊരു വിഗ് പാർട്ടി സംഘടിപ്പിച്ചു. ഫ്രാൻസിൽ തലപൊക്കിയതായി കരുതപ്പെട്ടിരുന്ന അരാജകത്വത്തിൻ്റെ അലകൾ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പുള്ള ഇംഗ്ലണ്ടിനെയും ആവുന്നത്ര യൂറോപ്പിനെയും രക്ഷിക്കാൻ പിറ്റിൻ്റെ ഗവൺമെൻറ് ഒരു ദ്വിമുഖ പരിപാടി ആവിഷ്കരിച്ചു. ഇംഗ്ലണ്ടിനകത്ത് മർദ്ദനവും വിപ്ലവ ഫ്രാൻസിനോട് യുദ്ധവും. ഇംഗ്ലണ്ടിൽ പുരോഗമനപരമായിട്ടുള്ള ഏതൊരാശയം അതൊരു സ്വരത്തിലായാലും ശരി ഒരു ഉരുക്കുമുഷ്ടിയാൽ അടിച്ചമർത്തപ്പെട്ടു. തൊഴിലാളി സംഘടനകൾ നിയമവിരുദ്ധവും പരിഷ്കരണം എന്ന പദം വെറുക്കപ്പെട്ട ജാസത്തിൻ്റെ പര്യായവുമായി മാറി. ജാക്കോബിൻ എന്ന മുദ്ര കുത്തപ്പെട്ടവരെ വിചാരണ കൂടാതെ തടവിൽ വെക്കാൻ ഹേബിയസ് കോർപ്പസ് നിയമം സസ്പെൻഡ് ചെയ്തു. 1794 1789 1800 കോമ്പിനേഷൻ നിയമങ്ങൾ കൂലി വർധനവിനുള്ള സംഘടിത ശ്രമങ്ങൾ മുഴുവൻ നിയമവിരുദ്ധമാക്കി മാറ്റി. 1793 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധം തുടങ്ങുകയും ചെയ്തിരുന്നു. ഇനി ഈ വിപ്ലവത്തിൻ്റെ ഗതി, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഗതി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. 1789 മുതൽ 1795 വരെ നീണ്ടു നിന്നിട്ടുണ്ട്. അപ്പോൾ 1789 ജനുവരിയിൽ സ്റ്റേറ്റ് ജനറൽ സമ്മേളിച്ചപ്പോൾ രാജവാഴ്ചയോട് യാതൊരു എതിർപ്പും മെമ്പർമാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വേണ്ടിയിരുന്നത് ഒരു ഭരണഘടനയും അസമത്വത്തിൻ്റെ ദൂരീകരണവുമായിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി പിന്നെയും വന്നുകൊണ്ടേയിരുന്നു. 1789 സ്റ്റേറ്റ് ജനറൽ ഒരു ഫ്യൂഡൽ സഭ അല്ലാത്തതിനാൽ 1, 2, 3 എസ്റ്റേറ്റുകളുടെ പ്രതിനിധികൾ, വൈദികർ, പ്രഭുക്കൾ, സാധാരണക്കാർ എന്നിവരൊന്നായിക്കൊണ്ട് ഒരു സഭയെന്നോണം ഇരിക്കണമെന്നും മൂന്നാമത്തെ എസ്റ്റേറ്റായ കോമൺസ് അഥവാ സാധാരണക്കാർ ശഠിച്ചു. ആദ്യത്തെ 2 എസ്റ്റേറ്റ് ഇത് എതിർത്തപ്പോൾ ഒരു പ്രതിസന്ധി ഉളവാകുകയും കോമൺസ് ദേശീയ അസംബ്ലി എന്ന് സ്വയം നാമകരണം ചെയ്തിട്ട് അടുത്തൊരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനൊരു ഭരണഘടന തയ്യാറാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ സംശയത്തിൻ്റെയും ചാബല്യത്തിൻ്റെയും കുറേ നാളുകൾക്ക് ശേഷം രാജാവ് ജനപ്രതിനിധികളുടെ ആവശ്യത്തിന് കീഴടങ്ങുകയും ദേശീയ സഭയെ അംഗീകരിക്കുകയും ചെയ്തു. പാരീസ് തെറ്റായ റിപ്പോർട്ടുകളാലും കിംവദന്തികളാലും ഇളകിമറിയുകയായിരുന്നു. ഇപ്പോൾ ജൂലൈ 14 ആയുധക്കടകളിൽ നിന്ന് കവർന്ന തോക്കുകളും കയ്യിൽ കിട്ടിയ മറ്റായുധങ്ങളുമായി ഒരു ജനക്കൂട്ടം നഗരമധ്യത്തിലെ ഏകാധിപത്യത്തിൻ്റെ ഇരുണ്ട പ്രതീകമായി നിലകൊണ്ടിരുന്ന ബാസ്റ്റൽ കോട്ട ആക്രമിച്ചു കീഴടക്കി. ഈ പടുകൂറ്റൻ കോട്ടയിൽ പാർപ്പിക്കപ്പെട്ടിരുന്ന തടവുകാരെ മോചിപ്പിക്കുകയും കോട്ട കാത്തിരുന്ന ഗവർണറെ നിഷ്കരുണം കശാപ്പ് ചെയ്യുകയും ചെയ്തു. ഗവർണറുടെ ശിരസ് കുന്തത്തിൽ കോർത്ത് പന്തങ്ങളും കത്തിച്ച് അവർ നഗരത്തിൽ ദൈവനൃത്തമാടി. വിപ്ലവം സമാധാനപരമായി പരിവർത്തനമെന്ന സ്ഥിതി വിട്ട് രക്തരൂക്ഷിതമാകാൻ തുടങ്ങി. അപ്പോൾ കഠിനമായ ഭക്ഷ്യദൗർലഭ്യം വിപ്ലവാവേശത്തെ ആളിക്കത്തിച്ചു. ഒക്ടോബർ മാസത്തിൽ നിയന്ത്രണാതീതരായിട്ടുള്ള ഒരു കൂട്ടം പാരീസുകാർ വേഴ്സായിലേക്ക് മാർച്ച് ചെയ്ത് രാജാവിനോട് ഭക്ഷണം തരുവാനും പാരീസിലേക്ക് വന്ന് തങ്ങളുടെ കൂടെ താമസിക്കുവാനും ആവശ്യപ്പെട്ടു. രാജാവ് എവിടെയാണോ അവിടെ അപ്പമുണ്ടാകും എന്നവർ പ്രഖ്യാപിച്ചു. ഗത്യന്തരമില്ലാതെ രാജാവ് കീഴടങ്ങി പാരീസിലേക്ക് വന്നു. പിന്നീട് പ്രജകളുടെ തടവുകാരനായി തീർന്നു അദ്ദേഹം. ഇനി നാഷണൽ അസംബ്ലിയുടെ അഥവാ ദേശീയ സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.